അല്ല കണ്ണങ്ങ് കുത്തി പൊട്ടിക്കണം. ഇനി ഇടുന്നുണ്ടോ പേപ്പർ? എന്തിനാ? അല്ല 2 എണ്ണം കൂടെ കിട്ടിയെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാപ്പി തിളപ്പിച്ചേനെ. എന്റെ ഭാവന എടുത്ത് നീ കാപ്പി ഉണ്ടാക്കുവില്ലേ? അയ്യ, ഒരു തൊഴുത്തുകാരൻ എന്റെ മോന്റെ പേന തീർക്കാനായിട്ട് ചുമ്മാ വീട്ടിൽ കയറിയിരിക്കുക. നിന്റെ അപ്പന്റെ കൂട്ട് കുത്തിയിരുന്ന് വീടിയുടെ അളവ് കുറയ്ക്കുമല്ല ഞാൻ. ഞാൻ കഥ എഴുത്തുകാരനാ, ഭയങ്കര സിനിമ എഴുത്തുകാരനാ ഞാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കത്തെ 2-3 പോർഷൻ കൂടെ തിരികെ കയറ്റി കഴിഞ്ഞാൽ ഈ സിനിമ പൂർത്തിയായി. ഓ, ഈ ക്ലൈമാക്സ് ഒന്നും എടുത്ത് ആദ്യമേ അടിച്ചേക്കല്ലേ. നീ ഇങ്ങനെ കളിയാക്കടി. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാശാവും. പിന്നെ ഞാൻ ആദ്യം നേരെയാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ വീടും പരിസരവും. അല്ല, നിന്റെ മുടി ആ സ്ട്രൈറ്റ് ചെയ്യുമെന്ന്. എന്നിട്ട് ടീഷർട്ട് ജീൻസ് ഇതെല്ലാം നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പിന്നെ എറണാകുളത്ത് 2 ഫ്ലാറ്റ്. എറണാകുളത്ത് 2 ഫ്ലാറ്റേ ഉള്ളൂ? അല്ല, നിന്റെ പേര് 2 ഫ്ലാറ്റ്. കോഴിക്കോട് വില്ല. കോഴിക്കോട് ഇല്ലേ? ഇല്ലെന്നല്ല, കോഴിക്കോട് ഒരു വില്ല വാങ്ങും. ആ വില്ല നീ താമസിക്കും. അയ്യോ, നിങ്ങളിതൊന്നും വാങ്ങിക്കണ്ട. അഗസ്ത്യാർകൂടത്തിൽ ഒരു ഗുഹ വാങ്ങിക്കാമോ? എന്നതിനാ? കടക്കാര് വരുമ്പോ എനിക്ക് അതിൽ കയറി അങ്ങ് ഒളിച്ചിരിക്കാനാ. പോയി അടുക്കളക്കകത്ത് ഒടുക്കളി. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണ്ടായിരുന്നു. എനിക്ക് ഏകാന്തതയായിരുന്നു ഇഷ്ടം. പിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ഏകാന്തതയിൽ ഇരുന്ന് പേടിക്കണ്ടല്ലോ. എവിടാ നിർത്തിയത്? വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത രൂപം. അനാർക്കലി പടി ഇറങ്ങി വരുന്നു, ആനപ്പിണ്ടത്തെ ചവിട്ടി വീഴുന്നു, കോട്ടും ചൂട്ടും വിട്ട പടക്കക്കാരൻ അവളെ താങ്ങി നിർത്തുന്നു. ഇത് അടിപൊളി. ഇത് നല്ല ഹലോ. സീനായി. അതെ 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 അതെ, തമ്പി മുതലാളിയാണ്. അല്ലല്ല, ഇപ്പൊ ഇന്ത്യയില ദുബായിലെ 50 കോടിയുടെ ഫ്ലാറ്റോ അത് 2 കോടിക്ക് ഞാൻ കൊടുത്തു. അതിന്റെ ബാത്റൂമിന്റെ ഡോറയില് ചെറിയൊരു തുരുമ്പ്. ബെൻസ് വിറ്റിട്ട് 3 ആഴ്ചയായല്ലോ. അതിന്റെ ടയറെ ചെളി പറ്റി, അതുകൊണ്ട് കൊടുത്തതാ. ഓക്കെ, ഞാനേ വേറൊരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നതാ. പിന്നെ വിളിക്കാമേ. ഓക്കെ. ഹലോ ഹലോ കാട്ടിക്കൂട്ടി തമ്പി. എനിക്ക് മനസ്സിലായി. എന്ത് കാട്ടിക്കൂട്ടി വെച്ചേക്ക് വന്നു? അതല്ല, കാട്ടിക്കൂട്ടി തമ്പി, തറവാട്ടിലെ നടുക്കത്തെയാൾ. ഓ, കാട്ടിക്കൂട്ടി വീട്ടിലെ തമ്പി സാറാണോ? അതെ 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 അതെ. അയ്യോ, എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല. ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ അവിടുത്തെ ആശ്രിതരായിരുന്നല്ലോ. പണ്ട് ആശ്രിതരായിരുന്നു. ഇപ്പൊ ഒന്നും നോക്കണ്ട, അതൊന്നും നോക്കണ്ട. അല്ല, ഞങ്ങളുടെ അപ്പൂപ്പനെ അറിയത്തില്ലേ? പരമവല്യപ്പൻ. അറിയാം, പരമപ്പൂപ്പൻ എനിക്കറിയാം. അന്ന് നിങ്ങളുടെ തറവാട്ടി വരുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ കുഴി കുഴിച്ച് അനത്തിലായിരുന്നു കഞ്ഞി കൊടുത്തോണ്ടിരുന്നത്. അതെ 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 അതെ. നിന്റെ അപ്പൂപ്പൻ കഞ്ഞി കുടിച്ച കുഴിന്നാ ഇപ്പൊ ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. അതല്ല, ഞാന് പ്രീ ഡിഗ്രി എടുത്ത് നിന്ന സമയത്ത് അത് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് അല്ലയോ? അത് പിഡിഗ്രി, ഇത് പ്രീ ഡിഗ്രി. ആ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ജീവിതം ഇവിടെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, നീ വിദേശത്തേക്ക് പോകണം, ഉപരിപഠനത്തിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ എവിടാണ് ചെന്നിറങ്ങിയെന്ന് അറിയാമോ? എവിടായിരുന്നു? ഫ്ലോറിഡ. ആ ഫ്ലോറിഡ വന്ന് കണ്ണു വീണു.